കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കൂട്ടം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവരാരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിമിഷം കൊണ്ട് എത്രായിരം ആളെ വേണമെങ്കിലും അവർക്ക് കൂട്ടാനുള്ള ശക്തിയുണ്ട്, മനുഷ്യറിയുണ്ട്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ആ പമ്പ നിങ്ങൾക്കറിയാമല്ലോ, അവിടെ ആളുകൾ ചെല്ലാനുള്ള പ്രയാസങ്ങൾ. അത് രാവിലെ ഞാൻ തന്നെ എത്രയാണ് പത്തനംതിട്ട താമസിച്ചിട്ട് പോലും ഞാൻ 5:30 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഞാൻ 10 മണിക്കെങ്കിലും അവിടെ ഓടിയെത്തിയത്. അങ്ങനെ ആളുകൾക്ക് ചെല്ലാനുള്ള പ്രയാസങ്ങളുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചത് കുറേ ബുദ്ധിമുട്ടായിപ്പോയി. മാത്രമല്ല അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ ഈ ഗ്രൂപ്പ് ചർച്ച വെച്ചു. ഈ ഗ്രൂപ്പ് ചർച്ച ആരെങ്കിലും അപ്പത്തന്നെ വെക്കുമോ? അപ്പം ഗ്രൂപ്പ് ചർച്ചയ്ക്ക് കുറേ ആൾ പോയി. അപ്പം ഇതിനെ 3ആയിട്ട് അപ്പത്തന്നെ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ അവർക്ക് കുറച്ച് ഭാവനാപരമായ ആ പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലായ ചിന്തയിൽ അല്പം അപാകത വന്നു. ആണോ NSSന്റെ? തീർച്ചയായിട്ടും NSSന്റെ നിലപാട് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരു കാര്യം, അതായത് ഈ NSS അതേസമയം തന്നെ, അതായത് ഈ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ UDF നെയും BJP ഒക്കെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് ഈ കാര്യങ്ങളിൽ ശബരിമല സംഗമത്തിന്റെ കാര്യത്തിൽ പൂർണ്ണ പിന്തുണ കൊടുക്കുമ്പോൾ അവർ പറയുന്ന NSS പറയുന്ന ഒരു കാര്യം, UDF-നും BJP-ക്കും എന്തുകൊണ്ട് നേരത്തെ സംഘടിപ്പിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ്. ഇത്ര ആചാര സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വിഭാഗം UDF കാര്യം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് സർക്കാർ ഒരു ഉപാധിയില്ലാത്ത പിന്തുണ കൊടുക്കുന്നതിന് തുല്യമല്ലേ ശരിക്കും? അത് ആയിരുന്നല്ലോ. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിന് കൊടുക്കുന്നൊരു പിന്തുണയായിട്ടാണ് അരിയാഹാരം കഴിക്കുന്നവർക്ക് തോന്നുന്നത്.